ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ദിസ് ഇസ് നിരഞ്ജന ഹിയർ ഫ്രം ലിയോ ടെയിൽസ്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പുതിയ പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലൈക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ സോർട്ട് ഓഫ് വീഡിയോ, ഒരു പ്രോപ്പർ റിവ്യൂ അല്ല, കാരണം ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 2 weeks അങ്ങനെയൊക്കെ ആകുന്നേ ഉള്ളൂ. സോ ജസ്റ്റ് ഒരു വാട്ട് ആർ മൈ തോട്ട്സ് അങ്ങനെയുള്ള രീതിയിൽ ചിലത് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങി. ബേസിക്കലി ടു ഇൻട്രൊഡ്യൂസ് യു ടു ദീസ് ബ്രാൻഡ്സ്. ആൻഡ് എപ്പോഴും എനിക്ക് ആ ശീലമുണ്ട്, ആമസോണിലെടുത്ത് ഞാനിങ്ങനെ കുറേ പുതിയ ലോഞ്ചസ് തപ്പിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ പിക്ക് ചെയ്ത് ട്രൈ ചെയ്ത് അങ്ങനത്തെ ഒരു രസമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ എൻ്റെ ഇന്ന് ഇവിടെ ഉള്ളത്. ഫേസ്, ബോഡി കെയർ, പല്ല് എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ ഒരു വശത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഫൻ റീസെൻ്റ്ലി ഒരു 44% റൈസ് വാട്ടർ ബ്രൈറ്റനിങ് സീറം പാഡ്സ് ലോഞ്ച് ചെയ്തു. റൈസ് വാട്ടർ, അക്വ, നിയാസിനമൈഡ് ഉണ്ട്, യൂസു ഇസ് വൈറ്റമിൻ സി, യൂസു എന്നാണ് സ്പെല്ലിംഗ് പ്രൊണൗൺസിയേഷൻ തോന്നുന്നു. ആൽഫ ആബ്യൂട്ടീൻ, അതും ഫോർ ഡാർക്ക് സ്പോട്ട് റിഡക്ഷൻ. ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ബഞ്ച് ഓഫ് ഇൻഗ്രീഡിയൻസ്. ആൻഡ് ഹൈഫൻ ആസ് എ ബ്രാൻഡ് അവരുടെ ലിപ് ബാം, ഒരു സൺസ്ക്രീൻ ഓർ ലിപ് സ്ക്രീൻ ഉണ്ട്, അത് ഞാനിപ്പോൾ റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അവരുടെ പച്ച കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റൈസ് വാട്ടർ അറിയാമല്ലോ, ഒരു നമ്മുടെ ജാപ്പനീസ് സ്കിൻ കെയറിൻ്റെ കോറാണ്. 50 പാഡ്സ് ആണ് ഇതിനകത്തുള്ളത്. ആൻഡ് ദിസ് ഇസ് ഹൗ യു ഓപ്പൺ ഇറ്റ്. ഇറ്റ് കംസ് വിത്ത് ഒരു സ്പാച്ചുല പോലത്തെ ഒരു സാധനം. സോ യു ക്യാൻ ഓപ്പൺ ഇറ്റ് അപ്പ് ഈസിലി. ആൻഡ് ദെൻ ഇത് എനിക്ക് ഇച്ചിരി പാടാണ് നടുക്ക് വലിച്ചെടുക്കാൻ. സോ ഞാൻ ഇങ്ങനെയാണ് വലിച്ചെടുക്കാറ്. സോ ഇതാണ് പാഡ്സിൻ്റെ ഒരു സിറ്റുവേഷൻ. ലുക്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു മീ ആക്ച്വലി. അപ്പം ഇത് പല ആൾക്കാരും ഫേസിലും ചീക്സിലും ഒക്കെ ജസ്റ്റ് ഫോർഹെഡ് ചീക്സിലൊക്കെ വെച്ചിട്ട് യു ക്യാൻ കീപ് ഫോർ അപ് ടു 5 minutes ആൻഡ് ദെൻ ടേക്ക് ഇറ്റ് ഓഫ്. വാഷ് ചെയ്ത് കളയണം എന്നുള്ള ആവശ്യമില്ല, സീറം തന്നെയാണ്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിച്ച് ഒരു കോട്ടൺ പാഡ് എടുത്ത് സീറം അതിനകത്ത് മൊത്തം ഒഴിച്ച് ഡിപ്പ് ചെയ്ത് ആൻഡ് യു ഹാവ് ടു ബൈ കോട്ടൺ പാഡ്സ് ഇൻഡിവിജ്വലി. ആൻഡ് ഓൾസോ ഓവറോൾ ദിസ് ഇസ് ലൈക്ക് എ 1 and done പ്രോഡക്റ്റ്. സോ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ദിസ് വിൽ ബി വെരി കൺവീനിയൻറ്റ്. ലൈറ്റ് വെയ്റ്റും ആണ്. സോ ഇത് ഞാനിപ്പം ആകെ 1-2 എണ്ണം ഇതുവരെ യൂസ് ചെയ്തുള്ളൂ. സോ ഫാർ ഇറ്റ്സ് ഗുഡ്. എന്ന് പറഞ്ഞാൽ ഇപ്പം സ്കിൻ കെയറിന് ടപ്പേന്ന് നമുക്ക് എഫക്റ്റ് കിട്ടത്തില്ലല്ലോ, അപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. 2 എണ്ണം ഞാൻ ഉപയോഗിച്ചു. മൈ സ്കിൻ ഡെഫിനറ്റ്ലി ഫീൽസ് ഹൈഡ്രേറ്റഡ് ആൻഡ് ഐ റിയലി ലൈക്ക് ദ ഇഫക്റ്റ് ഓൾസോ. ആൻഡ് യാ, വെരി ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ്. എനിക്ക് റൈസ് വാട്ടർ പണ്ടേ ഒരു ഹരമാണ്. കഞ്ഞി എനിക്കിഷ്ടമല്ല, പക്ഷേ കഞ്ഞിവെള്ളം സ്കിൻ കെയർ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പിന്നെ ഞാൻ ദൈവം പോകണം. പിന്നെ ഞാൻ ട്രൈ ചെയ്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫാബ് എസെൻഷ്യൽസ്. ബേസിക്കലി ഫാബിൻ്റെ ഒരു സ്കിൻ കെയർ റേഞ്ചാണ്. ഞാൻ അടുത്ത കാലത്താണ് കേട്ടോ അറിഞ്ഞത് അവർക്ക് ഇങ്ങനെ ഒരു സ്കിൻ കെയർ റേഞ്ച് ഉണ്ടോ എന്നുള്ളത്. അവക്കാഡോ ലീച്ചി ഫുഡ് ക്രീം, 2-in-1 മോയ്സ്ചറൈസർ ആൻഡ് ഡിയോഡ്രൈസർ ആസ് വെൽ. 100 gram ഉണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. പാരബൻ ഇല്ല, ഫോർമാൽഡിഹൈഡ് ഇല്ല, ഫോസ്ഫേറ്റ് ഇല്ല, താലേറ്റ് ഇല്ല, GMO ഫ്രീ ആണ്. ആൻഡ് പ്രൈസ് ഐ തിങ്ക് ആമസോണിൽ അണ്ടർ 300 എന്തോ ആയിരുന്നു. അവർക്ക് ഹാൻഡ് ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ റേഞ്ചിൽ. സോ ദിസ് ഇസ് ദ ടെക്സ്ചർ. ഒരു മണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് മണം എന്ന് പറയാൻ പറ്റത്തില്ല. ഡിയോഡ്രൈസർ എന്ന് പറഞ്ഞാലും ഞാൻ കാലിലൊന്നും അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ആക്ച്വലി ഭയങ്കര ഒരു മണം കിട്ടാറില്ല. പൊതുവേ എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് സ്വെറ്റി ആയിട്ടൊക്കെ ഫീറ്റ് വരുന്ന ആൾക്കാർക്ക് ആ ഒരു ഡിയോഡ്രൈസിങ് ഫംഗ്ഷൻ ഇൻ എ ഫുഡ് ക്രീം ദേ റിയലി ലൈക്ക് ഇറ്റ്. ഐ ഫൈൻഡ് ദിസ് വെരി യൂസ്ഫുൾ ഫോർ മൈ മൈൽഡ്ലി ക്രാക്ഡ് ഹീൽസ് എന്ന് വേണം പറയാൻ. ഞാൻ വൺസ് ഇൻ എ മന്ത് ഓർ വൺസ് ഇൻ 2 months ഞാൻ പെഡിക്യൂർ ചെയ്യും. ഭയങ്കര ക്രാക്സ് ഒന്നുമില്ല. സോ ആ നിലയ്ക്ക് ദിസ് ഇസ് ഗുഡ് ഇനഫ്. ആൻഡ് എനിക്കെപ്പോഴും ഫുഡ് ക്രീംസിനും ഇങ്ങനെ പല ബ്രാൻഡ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചാണ്. ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ച് തീർത്തു. ലവ് കോ എന്നുള്ള ബ്രാൻഡിൻ്റെ വെൽ ഹീൽഡ് ഫുഡ് ബാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹിബിസ്കസ് മങ്കി എന്നുള്ളൊരു ബ്രാൻഡ്. പേര് കിടലാണല്ലേ, ചെമ്പരത്തി കുരങ്ങൻ. അയ്യോ, ഇൻഗ്രോൺ ഹെയർ ട്രീറ്റ്മെൻറ്റ്. ഒരുപാട് പേർക്കും ഷേവ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ് ആംപിറ്റ്സിലും ബിക്കിനി ഏരിയ, കൈ, കാല്. എത്ര നമ്മൾ പ്രോപ്പറായിട്ട് പ്രീ ഷേവിങ് ഇതൊക്കെ ചെയ്താലും ഈ ഇൻഗ്രോൺ ഹെയർ വലിയൊരു തലവേദനയാണ്. അപ്പം അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. എനിക്കിവരുടെ പാക്കേജിങ്, ഈ ചെമ്പരത്തി കുരങ്ങൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ. ഇൻഗ്രോൺ ഹെയർ ട്രീറ്റ്മെൻറ്റ് അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഫുൾ ഡീറ്റെയിൽസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ബഞ്ച് ഓഫ് വെരി യൂസ്ഫുൾ ഓയിൽസ്, അതുപോലെ തന്നെ ഒരു മൈൽഡ് എക്സ്ഫോളിയേഷനായിട്ടൊരു BHA സാലിസിലിക് ആസിഡ് ഉണ്ട്. ആൻഡ് ഒരു പ്രോപ്പർ ഓയിലി ടെക്സ്ചറാണ്. എനിക്കിൻ്റെ മണം ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു കാമിങ് ഐ ലൈക്ക് ദ മണം. ഇറ്റ്സ് വെരി എന്താ പറയുക, സമാധാനപരം. ഇൻഗ്രോൺ ഹെയർ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ വാങ്ങിച്ച് വേണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ കയ്യിലൊക്കെ തേച്ചിട്ട് രാത്രി കിടന്ന് ഉറങ്ങാം. നല്ല വേണം അങ്ങനത്തെ ഒരു സാധനം. പക്ഷെ കൊള്ളാം. 30 ml പ്രോഡക്റ്റാണ്, ഗ്ലാസ് ബോട്ടിലാണ്. എന്തായാലും ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ട് എന്ന് അറിയിക്കാം. സോ ഫാർ ഇറ്റ്സ് ഗുഡ്. ഞാനിപ്പം അതിനുശേഷം ഒരു വട്ടം ഷേവ് ചെയ്തു. ഐ ട്രൈഡ് ഇറ്റ്, ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് ഒരു ക്ലോഗിങ് ഇഫക്റ്റ് ഒന്നും ഇല്ല. ആൻഡ് BHA ഈസ് ഓൾസോ ദർ. സോ എക്സ്ഫോളിയേഷൻ ആക്ടിവിറ്റീസ് ഡെഫിനറ്റ്ലി ദർ. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ദേ ഇരിക്കുന്നു.
ഇത് എം കഫീൻ്റെ ബ്ലാക്ക് ടീ കോംപ്ലെക്സ് ആൻഡ് റെറ്റിനോൾ അണ്ടർ ഐ സീറം. കഫീൻ ഉണ്ട്, റെറ്റിനോൾ ഉണ്ട്. റെറ്റിനോൾ ഇസ് ഒബ്വിയസ്ലി ഫൈറ്റിംഗ് ഓൾ ദ സൈൻസ് ഓഫ് ഏജിങ്. ആൻഡ് കഫീൻ എപ്പോഴും ആ ഡീപ്പ് പഫിങ് ഒരു ആക്ടിവിറ്റി തരുന്നതാണ്. റെഡ്യൂസസ് റിങ്കിൾസ്, ഫൈൻ ലൈൻസ്. കൊള്ളാം, നല്ല ക്ലെയിംസ് ആണ്. ഞാൻ ഒരുപാടല്ല, എപ്പോഴും എൻ്റെ റുട്ടീനിൽ ഒരു അണ്ടർ ഐ ക്രീമോ ഒരു സീറമോ കാണുമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ, ഒരു യെല്ലോ കളറാണ്, ഒരു ലോഷൻ ലൈക്ക് ടെക്സ്ചറാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ടാണ് ഇത് കണ്ണിനടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം ഏറ്റവും ലീസ്റ്റ് പ്രഷർ എപ്പോഴും റിംഗ് ഫിംഗറിനാണ് എന്നാണ് പറയുന്നത്. സോ റൈറ്റ് നൗ ഞാൻ എപ്പോഴും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഡിസ്പെൻസ് ചെയ്ത് കളയില്ല. ഇപ്പോൾ തന്നെ ഞാനത് എൻ്റെ കണ്ണിനിടയിലോട്ട് എന്തായാലും ഞാൻ ഇനി ഉറങ്ങാൻ പോകുവാണല്ലോ, ഞാനിപ്പോൾ എൻ്റെ കണ്ണിനിടയിലോട്ട് ഞാൻ എന്ത് ചെയ്ത് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇത് പകലിടാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് അല്ല, കാരണം റെറ്റിനോളും ഉണ്ട്. സോ സ്കിൻ ഫോട്ടോ സെൻസിറ്റീവ് ആകും. സോ രാത്രി നിങ്ങൾക്ക് ഒരു ബെഡ് ടൈം റുട്ടീൻ്റെ ഭാഗമായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ബി കെയർഫുൾ ടു ആഡ് സൺസ്ക്രീൻ ടു യുവർ റുട്ടീൻ. സോ പാക്കേജിങ് വൈസ് ഇറ്റ്സ് ക്യൂട്ട്, അത്ര ഹെവി ഒന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടു നടന്ന് ലൈക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈസ് പ്രോഡക്റ്റാണ്. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെറ്റിനോൾ പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബോഡി സൺസ്ക്രീൻസിൽ ലഫ്കോ എന്നുള്ള ബ്രാൻഡിൻ്റെ ഡെയിലി ഡോസ് സൺസ്ക്രീൻ ബോഡി ലോഷൻ. ഡബിൾ സ്പെക്ട്രം, ബ്രോഡ് സ്പെക്ട്രം ആണ്. PA4+, ക്യാരറ്റ് സീഡ്, സിക്ക ആൻഡ് സിറാമൈഡ്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. തിക്കാണോ എന്ന് ചോദിച്ചാൽ നോട്ട് റിയലി. ഒരു SPF 50 ഉള്ളൊരു സൺസ്ക്രീനിൻ്റെ തിക്നെസ് ഇതിനില്ല. പിന്നെ ഒരു 200 ml ക്വാണ്ടിറ്റി ഉണ്ട്. ആ നിലയ്ക്ക് ഇത് ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് നാൾ നിൽക്കും. മറ്റേ ഫേസ് സൺസ്ക്രീൻസൊക്കെ 40-50 grams ആണല്ലോ, നിൽക്കത്തില്ല. പിന്നെ നല്ലൊരു മണമുണ്ട്. ഒരു ഫ്രേഗ്രൻസ് ഫ്രീ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ യു മേ നോട്ട് ലൈക്ക് ഇറ്റ്. പക്ഷേ എൻ്റെ മണം ഒട്ടും കെമിക്കൽ ലൈക്ക് മണമല്ല, നല്ലൊരു വെരി നൈസ് ഫ്രേഗ്രൻസ്. സോ രാവിലെയൊക്കെ കുളിച്ച് കഴിഞ്ഞ് ഓഫീസിലൊക്കെ പോകുന്നതിന് മുന്നേ ബോഡി ലോഷനായിട്ടൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു വെരി ജെൻറ്റിൽ സ്വീറ്റ് ഫ്രേഗ്രൻസ് ആണ് ഇതിനുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് പാരബൻ ഫ്രീ ആണ്. ഫ്രേഗ്രൻസ് ഫ്രീ ആണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല, ആഡഡ് ഫ്രേഗ്രൻസ് അല്ലെന്നാണ് അവർ പറയുന്നതെങ്കിലും ഇതിനൊരു മണമുണ്ട്. പക്ഷേ ഇറ്റ്സ് വെരി സ്വീറ്റ് ആൻഡ് വെരി പ്ലസൻറ്റ് ദോ. നോൺ കൊമഡോജനിക്, സ്യൂട്ടബിൾ ഫോർ സെൻസിറ്റീവ് സ്കിൻ ആൻഡ് ജെൻറ്റിൽ ഓൺ ദ സ്കിൻ ആസ് വെൽ. പിന്നെ ഞാനൊരു ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചു ഗൈസ്, ഡോക്ടർ ഡെൻറ്റോയുടെ വാനില ഐസി മിൻറ്റ്. ഇതെൻ്റെ ബ്രദർ യൂസ് ചെയ്ത ടൂത്ത് പേസ്റ്റാണ്. പുള്ളിക്ക് എവിടെ നിന്നോ സാമ്പിൾ കിട്ടിയതാണ്. എന്തായാലും വാനില ഐസ്ക്രീം പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞാണ്. വേഗനാണ്, പാരബൻ ഫ്രീ ആണ്, ഫ്ലൂറൈഡ് ഫ്രീ ആണ്, SLS ഫ്രീ ആണ്. സോറി, ഉറക്കം വരുന്നു, നാക്ക് തിരിയുന്നില്ല. വാട്ട്സ് ഇൻ ഇറ്റ്? ബെൻഡോണൈറ്റ് ക്ലേ, നീം, വാനില. വെരി ഇൻട്രസ്റ്റിംഗ്. വൈറ്റമിൻ C, വൈറ്റമിൻ E, അമരന്ത് സൊല്യൂഷൻ. ഓക്കെ, GMO ഇല്ല, ഫ്ലോറൈഡ് ഇല്ല, ടൈറ്റാനിയം ഡയോക്സൈഡ് ഇല്ല, SLS ഇല്ല, പാരബൻ ഇല്ല. അടിപൊളി. ഞാനിങ്ങനെ എപ്പോഴും ടൂത്ത് പേസ്റ്റുകൾ മാറി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് സ്പിക്റ്റ, മസ്ക്, ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ ടിപ്പിക്കൽ ടൂത്ത് പേസ്റ്റുകൾ. പണ്ട് ഞാനൊരു ഭയങ്കര മെസ്വാക്ക് ഫാനായിരുന്നു, ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി. എന്തായാലും ഞാനിപ്പം യൂസ് ചെയ്ത് ഇതിപ്പോൾ ഞാൻ പാക്കറ്റ് വാങ്ങിയതേ ഉള്ളൂ. ബ്രദറിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു വാനില ലൈക്ക് ഒരു ടേസ്റ്റല്ല, നമ്മൾ തിന്നില്ലല്ലോ പേസ്റ്റ്. എന്നാലും ഇറ്റ്സ് നൈസ്. ആൻഡ് ഇങ്ങനത്തെ കുറേ പുതിയ ബ്രാൻഡ്സ് വരുന്നു എന്നുള്ളത് ഇസ് വെരി പ്രോമിസിങ് ദാറ്റ് വേ. സോ ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സ്. എനിക്കെല്ലാം ഇഷ്ടമാണ്. എന്നാലും ഐ തിങ്ക് ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട്, കാൺ സേ റിയലി. എല്ലാം ഞാൻ തന്നെ പിക്ക് ചെയ്ത പ്രൊഡക്ട്സാണ്. എല്ലാത്തിലും എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എന്നാലും ഇൻഗ്രോൺ ഹെയറിൽ ഒരു വ്യത്യാസം കാണാൻ പറ്റുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ യെസ്, ദീസ് ആർ ഓൾ ദ പ്രോഡക്ട്സ് ഐ ബീൻ ടോക്കിംഗ് അബൌട്ട്. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിനൊരു ഡീറ്റെയിൽ റിവ്യൂ നിങ്ങൾക്കൊരു 1 month 2 months ടൈമിൽ പ്രതീക്ഷിക്കാം. റൈറ്റ് നൗ ജസ്റ്റ് ഗെറ്റ് യൂസ് ടു ദ ബ്രാൻഡ് ഓർ ജസ്റ്റ് നോ ദാറ്റ് ദീസ് പ്രോഡക്റ്റ് എക്സിസ്റ്റ്. അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ ത്രൂ ദിസ് വീഡിയോ. ഓക്കെ, എന്നാലും എനിക്കറിയാം നിങ്ങൾക്ക് ഏതെങ്കിലും കാണും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. വി വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.